ടീച്ചർ പിന്നെ ഏതായാലും കുട്ടികളുടെ വല്ലാതെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ടീച്ചറാണ്. പിന്നെ റിട്ടയർമെന്റിന് ശേഷവും അതിനു മുമ്പിലും കുട്ടികൾ ഇവിടെ വന്ന് താമസിക്കുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ചും ഒന്ന് പറഞ്ഞാൽ. കുട്ടികളുമായിട്ട് എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധം ഉണ്ട്. ധാരാളം കുട്ടികളായിട്ട്. കുട്ടികൾ പലപ്പോഴും ഇവിടെ വരാറുണ്ട്. ഞാൻ ഈ വീട് വെച്ചത് 96-ലാണ്. അതുവരെ കാരാവൂർസിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഈ വീട് വെച്ചതിന് ശേഷം കുട്ടികൾ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരേട്ടൻ ഉള്ള സമയത്ത് കുട്ടികൾ ഇവിടെ വരാറുണ്ട്. സ്റ്റേ ചെയ്യും ചില കുട്ടികൾ. പിന്നെ എല്ലാ മാസവും ഏതെങ്കിലും ഒരു കുട്ടിയെ ഞാൻ കാണാതിരിക്കില്ല. ഇപ്പം ആ കുട്ടികളൊക്കെ ഇപ്പോൾ വലുതായതിന് ശേഷം അവർക്ക് ഫാമിലിയൊക്കെ ആയതിന് ശേഷമാണ് ഇപ്പോൾ വരവ് കുറച്ച് നിന്നത്. അങ്ങനെ കുട്ടികൾ നമ്മൾക്ക് വളരെയധികം ഊർജം തരുന്നത് തന്നെയാണ് കുട്ടികളുടെ പെരുമാറ്റവും ഒക്കെ. ചില പ്രശ്നങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടെ അതിലേറെ നല്ല നല്ല സന്തോഷം തരുന്ന അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ളത്. ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖം അത് തന്നെയാണ്. പല കുട്ടികളും പലയിടത്തായിട്ട്, ഞാനെപ്പോഴും ഓരോ കാര്യങ്ങൾക്കും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. എനിക്ക് തനിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഷോപ്പിങ്ങിനും പലയിടത്തും പോകുമ്പോൾ ഈ കുട്ടികളെ പെട്ടെന്ന് കാണുമ്പോൾ അതിൻ്റെ കണ്ണിലത്തെ സ്പാർക്ക് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഭയങ്കര ഒരു സന്തോഷം തരും ആ ദിവസം. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും, യു മെയ്ഡ് മൈ ഡേ എന്ന് വിചാരിക്കും ഞാൻ. അങ്ങനെയാണ്. അപ്പം ഈ കഴിഞ്ഞ ആഴ്ചയും കൊണ്ടൊരു കുട്ടിയെ പേരൊന്നും എനിക്ക് നളിനി ടീച്ചർ അന്ന ടീച്ചറുടെ പോലെ പെട്ടെന്ന് പേരൊന്നും കിട്ടില്ല. അതൊക്കെ ഫിസിക്സും മാത്സും ഒക്കെയാണ് അപാര തലേന്ന്. എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. എങ്കിലും ആ മുഖം അങ്ങനെ ഓർമ്മ വരും. ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻ്റാണ്, ആദ്യകാല സ്റ്റുഡൻ്റ്. അതെ. ഫസ്റ്റില് ഹൈസ്കൂളിൽ വന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലാണ് ടീച്ചറും 3 പേരും വന്നത്. അന്ന ടീച്ചറും നളിനി ടീച്ചർക്ക് ക്ലാസ് ടീച്ചറായിരുന്നു 8ല്. ഞാൻ ആ ഫ്രണ്ടില് കഷ്ടി എത്തുന്ന ചെറിയ കുട്ടി. എത്ര കുട്ടികളാണ് അറിയാം, എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല വിദ്യാർത്ഥികളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. അത്രയും എനിക്ക് സന്തോഷം തരുന്നുണ്ട് അവർ. ഞാനിപ്പോൾ അവിടെ തനിച്ചാണെങ്കിലും അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണാനിടയാകുമ്പോൾ ഒരു പ്രാവശ്യം ദുബായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ. ആ സമയത്ത് എൻ്റെ കൂടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരാൾ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു, ചെറിയ മൈത് ഒരാൾ ഓടി വരുന്നുണ്ട്, നിങ്ങളുടെ വിദ്യാർത്ഥികളായിരിക്കാനാണ് വഴി എന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ച് കണ്ടു. പിന്നെ വലിയൊരു CMCയിലെ ഹസ്ബൻഡ് കിടക്കുന്ന സമയത്ത് ഞാൻ പുള്ളിക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. അപ്പം എൻ്റെ റിലേറ്റീവ് പറഞ്ഞു, ആരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ നമ്മളുടെ ഇവിടെ പഠിച്ച കുട്ടി അല്ല, അവിടെ എന്തോ ബിസിനസ് ചെയ്യാൻ അവൻ. അപ്പം അവിടെ കാത്തു നിൽക്കുന്നു എന്നെ വർത്തമാനം പറയാൻ. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര മറക്കാനാവാത്ത സംഭവങ്ങളാണ്. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ടീച്ചർക്ക് കിട്ടുന്ന വലിയൊരു എന്താണെന്ന് ഞാൻ പറയേണ്ടത്, സന്തോഷം അത് തന്നെയാണ്. നമ്മൾ പണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായ കാരണം കൊണ്ടായിരിക്കാം. അല്ല, പണ്ടത്തെ ടീച്ചർമാരായിട്ട് ലിങ്ക് ഉണ്ടായിരുന്നില്ലല്ലോ, അറ്റാച്ച്മെന്റ് വളരെ കമ്മിയല്ലേ. പണ്ടത്തെ ടീച്ചർമാർ വരുന്നു, ക്ലാസ് എടുക്കണു, അവരതുപോലെ പോകുന്നു. എന്നല്ലാണ്ട് ഇപ്പോഴുള്ള ടീച്ചർമാർ അങ്ങനെയല്ല. അതിൻ്റെ വ്യത്യാസമാണ് ഞങ്ങളും ടീച്ചറും തമ്മിലുള്ളത്. ആ ബന്ധങ്ങൾ അങ്ങനെയാണ്, ചിരിക്കൽ അങ്ങനെയാണ്, ക്ലാസ് എടുക്കൽ അങ്ങനെയാണ്, ഇടപെടൽ അങ്ങനെയാണ്. അതുപോലെ മറ്റു ടീച്ചർമാരുടെ ഇടപെടലുകൾ, ടീച്ചർമാര് പറഞ്ഞാൽ മുതിർന്ന ടീച്ചർമാരുണ്ടല്ലോ. പാറൂട്ടി ടീച്ചറുണ്ടായിരുന്നു കാഞ്ഞിരപ്പാട്. പാറൂട്ടി ടീച്ചറുടെ കൂടെയാണ് ഞാൻ വീക്കെൻഡിൽ ഇങ്ങോട്ട് വരും. കാരാകുർസിയിലാണ് മറ്റു ദിവസങ്ങളിൽ. വീക്കെൻഡിൽ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ പാറൂട്ടി ടീച്ചറുടെ വീടിന്റെ മുന്നിൽ കൂടെയാണ് വരിക. അപ്പോൾ പാറൂട്ടി ടീച്ചർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീടിന്റെ മുമ്പിലെത്തിയ അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് പാല് തരും ഈവനിങ്ങില്.
ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്നിട്ട് ഒരു ഗ്ലാസ് പാൽ തരും. അത് കുടിപ്പിച്ചിട്ടാണ് ഇവിടെ വിടുക. പാറൂട്ടി ടീച്ചർ മരിച്ചു. പിന്നെ ലീല ടീച്ചർ, കുഞ്ഞിക്കാവ് ടീച്ചർ, സലീന ടീച്ചർ, ദേവകി ടീച്ചർ ഉണ്ടല്ലോ ഇപ്പൊ. ദേവി ടീച്ചർ ടീച്ചർക്ക് യാതൊരു കുഴപ്പമില്ല. അതേപോലെയാണ് വർത്തമാനവും എല്ലാം കൊണ്ടും സ്മാർട്ട്. നമ്മളെ കഴിയൊക്കെ ഭയങ്കര സ്മാർട്ടാണ്. അതെ അതെ. ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ ട്രിപ്പൊക്കെ പോകാറുണ്ട് ഞങ്ങളൊക്കെ. ദേവകി ടീച്ചർ, നളിനി ടീച്ചർ, അന്ന ടീച്ചർ, വരദമ്മ ടീച്ചർ, ഇങ്ങനെ പിന്നെ നമ്മുടെ സുധയില്ലേ, സുധ, ജയശ്രീ, ടീച്ചർ വീട്ടിലൊക്കെ അവിടെയൊക്കെ പോയിട്ട് പോകുന്നു. അതെ, അങ്ങനെ ഞങ്ങൾ ചില ട്രിപ്പുകളൊക്കെ പോവാറുണ്ട്. പിന്നെ അത്ര അറ്റാച്ച്മെന്റ് ഉള്ള അന്ന ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്തണം, നല്ല ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്തണം. അന്ന ടീച്ചറും നല്ല ടീച്ചറൊക്കെ നമ്മളെ ഒരു എന്തെങ്കിലും കാര്യം നമ്മളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അങ്ങനെ പറഞ്ഞ് വളരെ സോഫ്റ്റായിട്ട് തന്നെ പറയും. പിന്നെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അവരൊക്കെ ആയിട്ട്. വരദമ്മ ടീച്ചർ, പിന്നെയും ഒരുപാട് ടീച്ചർമാരുണ്ട്. പൊന്നമ്മ ടീച്ചർ, ഞാൻ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അബദ്ധാവും. അങ്ങനെ സുലോചന ടീച്ചർ എന്ന് പറഞ്ഞാല് അമ്മയാണ്, സുലോചന അമ്മ. തിരുമുൽപ്പാടായിട്ട് അച്ഛൻ അത്ര കണക്ഷൻ ഉണ്ട്. കൃഷ്ണദാസൻ മാഷും ജയപ്രഭ ടീച്ചറും, അപ്പൂട്ടനെ ഞാൻ പലപ്പോഴും വിളിക്കാറുണ്ട് മുമ്പൊക്കെ. പിന്നെ എല്ലാവരും അതെ. പിന്നെ പിന്നെ വന്നിട്ടുള്ള അധ്യാപകര്, മാഷ്മാരുണ്ടല്ലോ, പയ്യന്മാരൊക്കെ, അവരൊക്കെ ആയിട്ട് നമുക്ക് നന്നായി ഒത്തു പോവാൻ പറ്റും. സതീഷ്, മനോജ്, പിന്നെ മോഹൻ മാഷെന്നൊന്നും പറയണ്ടേ, ഞാനൊക്കെ പേരാണ് വിളിക്കുക. അവരൊക്കെ എൻ്റെ അനിയന്മാര് എന്നുള്ള. വിനോദ്, അങ്ങനെ കുറെ, രാധാകൃഷ്ണൻ, അങ്ങനെ കുറേ പേരുണ്ട്. കണക്കില് നമ്മളെ ശിവൻ, അവരൊക്കെ മാഷെന്നൊന്നും പറയില്ല, അങ്ങനെ പേര് വിളിക്കും. ഒരു ഓൺ ബ്രദർ എന്നുള്ള നിലയിലാണ് കണക്കാക്കിയിരുന്നത്. അവർക്ക് അതിന് വിരോധമില്ല. ബെന്നിയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു, മെച്ചമായി, സന്തോഷം. ഒരു MA എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്യായിരുന്നു. MA ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ അത് പരീക്ഷ വിക്ടോറിയ കോളേജിൽ കോൺടാക്ട് ക്ലാസ്സിനൊക്കെ പോയി. പിന്നെ പരീക്ഷയുടെ ടൈമായപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അത് നമ്മൾ ഞാൻ പലരെയും പെട്ടെന്ന് വായിൽ കിട്ടുന്നില്ലാന്നേ ഉള്ളൂ. അധ്യാപകരെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരെന്നെ. ഒരു തറവാട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന പോലെ വരാം. ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും വിചാരിക്കും, സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ പോയി. പിന്നെ എനിക്ക് ആ വിജ്ഞാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ ചാരിതാർത്ഥ്യമാണ്. ഈവനിങ് മോർണിംഗ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതിന് ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്തിട്ട് അത് പോവാതിരിക്കുകയില്ല ഞാൻ. കുട്ടികൾക്ക് അറ്റാച്ച്മെന്റ് ഭയങ്കരമായിരുന്നു. അത് ഭയങ്കര വിജ്ഞാനേന്ദ്രൻ എന്നുള്ള പേരും അതൊക്കെ നല്ല അനുഭവങ്ങളാണ്. അതൊക്കെ മധുരമാമോർമ്മകൾ തന്ന് കാലമേ തിരികെ മടങ്ങി നീ പണ്ട്, നിറമുള്ള പൂവിനെ തന്ന് അന്ന് നാം മധുരമാം നോവം